കണ്ടു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഷാർക്ക് ഫിൻ ആൻറ്റിന അഥവാ ആൻറ്റിനാസ് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് തോന്നുമായിരിക്കും നമുക്കിവിടെ മേളിൽ കാണുമ്പോൾ. കാരണം ഫ്രണ്ടിലും ഇല്ല, ഈ സൈഡിലും ഇല്ല. ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ വാഹനം നിർത്തി പുറകോട്ട് കൊണ്ട് വെക്കുന്നതിന് പകരം ഇവിടെ ഒരു എയർ വെൻറ്റ് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലെ കൈ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് വലിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ വാഹനത്തിൻ്റെ എൻജിൻ ഓഫ് ആയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ റേഡിയേറ്റർ കണ്ടൻസറിൻ്റെ ഫാൻ കറങ്ങുന്ന ഒച്ച കേൾക്കാൻ സാധിക്കും. കംപ്രസർ കറങ്ങുന്ന സൗണ്ട്, അതായത് നമ്മുടെ AC കംപ്രസർ കറങ്ങുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത്രയും സ്ഥലം കൂടുതൽ എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു ബാറ്ററി പോലും അവർ കൊടുക്കാത്തത്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സാധാരണ വാഹനത്തിലൊക്കെ ഇവിടെ നമുക്ക് ബാറ്ററി കാണാൻ സാധിക്കുന്നത്, പക്ഷേ ഈ വാഹനത്തിൽ ഇവിടെ ബാറ്ററി ഇല്ലാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ എൻജിൻ റൂം വാഷിംഗ് ഈ ഒരു വാഹനത്തിന് ചെയ്യാൻ പാടില്ല. വളരെ വ്യക്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത വാഹനത്തിൻ്റെ ഇവിടെ ഇതുപോലെ കൊടുത്തിരിക്കും. ടൊയോട്ട ഡസ് നോട്ട് റെക്കമെൻഡ്. ഈ ഒരു സൈഡിലെ വെള്ള വര നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഒരു വര കണ്ട് ഇവൻ ഈ സൈഡിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ സൈഡിലോട്ട് പോയാൽ തിട്ട ചാടി വേണമെങ്കിൽ അപ്പുറത്തോട്ട് കിടക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോണം. അതെ, ഇവൻ തന്നെ ബ്രേക്ക് ചെയ്യുക കേട്ടോ. മൈ ഗോഡ്, ഇതേ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടേ ഇല്ല, സ്വന്തമായിട്ട് ബ്രേക്ക് ചെയ്തതാണ്. ഇതേ ഫ്രണ്ടിലത്തെ വാഹനം എടുക്കുന്നു, തിരിച്ചു കൊടുത്തേക്കല്ല, അപ്പുറത്തെ കണ്ടെത്തി പോയാൽ. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. രാവിലെ തന്നെ എറണാകുളത്തോട്ട് വന്നു, നമ്മുടെ നിപ്പോൺ ടൊയോട്ട ചെന്നു, നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ടെങ്കിൽ പോകുന്നു. ഏതായാലും ഇന്ന് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പഴയ മോഡലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഒരു ഹാമേർഡ് ഫ്രണ്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ടൊയോട്ട അവകാശപ്പെടുന്ന അതിൻ്റെ ഒരു നല്ലൊരു ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊരു വലിയൊരു ലോഗോ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും ഒരു 360 ഡിഗ്രിയുടെ ഫ്രണ്ട് ക്യാമും അഡാസിൻ്റെ റഡാറും നമുക്കിവിടെ, റഡാറിൻ്റെ ക്യാമറയാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ റെയിൻ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് വശത്തോട്ട് പോകുന്ന സമയത്ത് നല്ല ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ചെറിയ ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. C ഷേപ്പ് ഒരു ഡിം ലൈറ്റാണ്. താഴെ വരുന്ന ഹൈ ബീമാണ്. അതായത് ഡിമ്മും ഹൈയും കൂടെയാണ് നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വളരെ ചെറിയ രീതിക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു ഫീല് നമുക്കവിടെ തോന്നുന്നുണ്ട്. താഴോട്ട് നമുക്ക് വരുന്ന സമയത്തൊരു എയർ സ്കൂപ്പ് കാണാൻ സാധിക്കും. നല്ല രീതിക്ക് എയർ അകത്തോട്ട് പോയി നമ്മുടെ ടയേഴ്സിനൊക്കെ കൂൾ ചെയ്യിക്കാനും നല്ലൊരു എയറോ ഡൈനാമിക്കിനൊക്കെ ആയിട്ട് ആ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെൻസർ കാണാൻ സാധിക്കും, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ. അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്കൊരു നല്ല ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. അത് LED തന്നെയാണ് വരുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും നമ്മുടെ ഒരു ലെക്സസിൻ്റെയൊക്കെ ചെറിയൊരു ഫീല് നമുക്ക് കിട്ടും. താഴെ ഒരു വലിയ എയർ ഡാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ക്രോം പ്ലേറ്റ് ഇവിടെ താഴെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഫീല് തന്നെയാണ് കിട്ടുന്നത്. 4 പാർക്ക് സെൻസേഴ്സും കിട്ടുന്നുണ്ട് സൈഡിലും, അതുപോലെ തന്നെയാണ് വരുന്നത്. ഏതായാലും ഫ്രണ്ട് വശം കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ഹുഡ് ഏരിയ, അതായത് ഇത്രയും വലിയൊരു ഹുഡ് ഏരിയ കിട്ടുന്നുണ്ട്. ഹുഡ് നമുക്കൊന്ന് തുറന്നും കൂടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലത്തെ വശത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും HEV എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈബ്രിഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ഇതൊരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പെട്രോൾ ആൻഡ് ഇലക്ട്രിക്കൽ യൂസ് ചെയ്ത് 2 കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഹൈബ്രിഡ് എന്നുള്ളൊരു പേര് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണെന്നും കൂടെ കാണിക്കുന്നുണ്ട്. കാരണം ഇലക്ട്രിക്കലായിട്ട്, അതായത് ബാറ്ററി യൂസ് ചെയ്ത് നമുക്ക് ഈ വാഹനം ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോൾ പിന്നെ നമുക്കൊരു നല്ല മിറർ കാണാൻ സാധിക്കും. താഴെ ഒരു നല്ലൊരു ക്രോം പ്ലേറ്റിംഗ് പ്ലസ് ആ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. 360യുടെ റൈറ്റ് സൈഡിലെ ക്യാമറ യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സൈഡിൽ നോക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ, ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്ത് വരുന്നതായിട്ടൊരു ഫീലുണ്ട് നമുക്ക് എഡ്ജ് പോർഷൻസ്. കാരണം പഴയ മോഡലും കൂടെ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോട്ടോ ഇവിടെ താഴെ അറ്റാച്ച് ചെയ്തേക്കും, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ റിക്വസ്റ്റ് സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടച്ച് സ്വിച്ച് നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈഡിലോട്ട് വരുമ്പോൾ താഴെ ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റണ്ണിങ് ബോഡി കൂടെ പോകുന്ന ആ ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഈ സൈഡുമൊക്കെ ഏറെക്കുറെ വലിയ മാറ്റം ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ടിൻഡഡ് ഗ്ലാസ് ആണ് വരുന്നത്, അത് ഇൻബിൽറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഏതായാലും ബാക്കിലത്തെ വശത്തോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ഒരു ഫീലിംഗ്, അതായത് ഒരു പ്രീമിയം വെഹിക്കിളിൻ്റെ തന്നെ ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അതുപോലെ നമുക്ക് നേരെ ബാക്കിലോട്ട് വരാം. നമ്മൾ പലപ്പോഴും കണ്ടു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഷാർക്ക് ഫിൻ ആൻറ്റിന അഥവാ ആൻറ്റിനാസ് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് തോന്നുമായിരിക്കും നമുക്കിവിടെ മേളിൽ കാണുമ്പോൾ. കാരണം ഫ്രണ്ടിലും ഇല്ല, ഈ സൈഡിലും ഇല്ല. ഇവിടെ നമുക്കൊരു സൺറൂഫ് കാണാൻ സാധിക്കും കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ്. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. നമുക്കിവിടെ ഡീഫോഗ് ലൈൻസ് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ തൊട്ട് മേളിൽ കാണുന്നതാണ് ആൻറ്റിന, അതായത് റേഡിയോയുടെ ആൻറ്റിന വരുന്നത് ലൈൻസാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് ആൻറ്റിന ഉണ്ടോ എന്ന് പോലും ഡൗട്ട് തോന്നിപ്പോവും. ഇതാണ് ഈ വാഹനത്തിൻ്റെ ആൻറ്റിന വരുന്നത്. ഇനി ബാക്കി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും C ഷേപ്ഡ് ആണ് വരുന്നത് ലൈറ്റിൻ്റെ സ്ട്രക്ചർ. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് LED തന്നെയാണ് കേട്ടോ, കൊള്ളാം. പിന്നെ റിവേഴ്സ് ലൈറ്റ്,
ക്യാമറയുടെ ഒരു വലിയ ബാഡ്ജിങ് കാണാൻ സാധിക്കും, ടൊയോട്ടയുടെ ലോഗോ കാണാൻ സാധിക്കും. താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു 360 ഡിഗ്രിയുടെ ക്യാമറയുണ്ട്. ബമ്പർ യൂണിറ്റ് ഈ ഒരു ക്രോം പ്ലേറ്റിങ്ങിലും ക്യാമറ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 4 പാർക്ക് സെൻസേഴ്സും കിട്ടുന്നുണ്ട്. യെസ്, ഇതിൻ്റെ സ്വിച്ച് ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു സൂക്ഷ്മമായി കൊണ്ട് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചതുപോലെ ഉണ്ടായിപ്പോൾ ഈ ഒരു സൈഡിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിൽ സെൻറ്റർ പോർഷൻസിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അകം കാണുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ബോക്സ് കാണുന്നുണ്ട്. എനിക്കൊന്ന് മേളിൽ ഹുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുമായിരിക്കും. ഞാനിത് മേളിലോട്ടൊന്ന് ഹുക്ക് ചെയ്തായിരുന്നു. ഇത് പേഴ്സണലായിട്ടൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 3 കിലോ വരെയൊക്കെ കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ ക്ലിപ്പ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് ഇതുപോലെ നന്നായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ബോക്സും കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഏരിയ കാണാം, ഒരു ഓപ്പൺ ബോക്സ് പോലെ എന്തോ ഒരു സാധനം കാണാം. ഇത് നമുക്ക് വാഹനത്തിനകത്ത് ബാക്ക് സീറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അത് എന്താണെന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്പെയർ വീൽ ഒന്ന് കാണാം. ഇതതിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ, ജാക്ക്, ടോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ സൈസ് അലോയ് വീല് കിട്ടുന്നുണ്ട്. അതും ഒരു കിടുക്കൻ ഫീച്ചർ തന്നെയാണ്. ഏതായാലും അവിടെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ സൈഡിലും അതുപോലെ തന്നെ ഒരു പ്രൊവിഷൻ, നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി വരുന്നത് ഈ ഒരു സൈഡിലാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ ഇതൊരു ലിഥിയം അയൺ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി അല്ല ഇത്, അത് സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. അല്ലാതെ ഫ്രണ്ടിലത്തെ പോർഷൻ നമ്മുടെ എഞ്ചിൻ റൂം തുറന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഏരിയ ഇല്ല. അതുകൊണ്ടാണ് ബാറ്ററി ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. കാലം ക്ലോസ് ചെയ്യാൻ വേണ്ടത് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പിടിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മേളിൽ പിടിച്ച്. ഓക്കെ, ചെറിയൊരു ലിപ്പിൻ്റെ ഒരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു രീതി എന്ന് കൊടുക്കാം. ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ LED ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതെല്ലാം LED ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തോട്ട് വരുന്ന സമയത്ത് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ വാഹനമാണെങ്കിലും ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പെട്രോൾ പ്ലസ് ഇലക്ട്രിക്കലാണ് വരുന്നത്. ടയർ സൈസ് നമ്മൾ അവിടെ നിന്ന് പറയാൻ വിട്ടുപോയി. ടയർ സൈസും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് വരുന്നത് 235, 45, 6, 18 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ഏതായാലും അലോയുടെ ഡിസൈൻ ആണെങ്കിലും നല്ല അടിപൊളി ഡിസൈനാണ്. മെഷീൻ ഫിനിഷ്ഡ് ഡ്യുവൽ ടോൺ അലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും ഒരു പഞ്ചി പോയിന്റ് തന്നെയാണ് പറയുന്നത്. ഏതായാലും കൊടുക്കുന്ന പ്രൈസിനുള്ള മൂല്യം കിട്ടുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിലോട്ട് കയറാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു കേൾക്കട്ടെ. നമുക്ക് ഈ കിട്ടുന്ന ഒരു മിററിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ബ്ലൈൻഡ് സ്പോട്സുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പുറം ഇപ്പുറം ഒരു സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. 2 മിറേഴ്സിന് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും ഡോറ് തുറക്കുമ്പോൾ തൊട്ട് ഈ ഒരു വൈഡ് ഡോറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് ഈ ഒരു മെറ്റീരിയൽ ശരിക്കും നമ്മുടെ റിച്ച് ടാൻ്റെ കളർ തീം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതുപോലെ ചെറിയൊരു ലൈൻസിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട്. ലോക്ക് അൺലോക്ക് നമുക്ക് തുറക്കാൻ വേണ്ടിയുള്ള പുഷൻ, ഇതെല്ലാം ഫൈബറാണ് വരുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സീറ്റിൻ്റെ മെമ്മറി സെറ്റിംഗ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് അൺലോക്ക്, മിറർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്, എല്ലാ മിറേഴ്സും അപ്പ് ആൻഡ് ഡൗൺ വരുന്ന 1 ടച്ച് തന്നെയാണ്. അതുപോലെ തന്നെ സ്പീക്കേഴ്സ് 9 സ്പീക്കേഴ്സാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. JBLൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സ്പീക്കേഴ്സ് വരുമ്പോൾ ആ പോർഷനിൽ താഴെ ഇവിടെ ഒരു ട്യൂട്ടർ വരുന്നുണ്ട്. അത് JBLൻ്റെ തന്നെയാണ്, വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു നല്ല AC വെൻറ്റ് കാണാൻ സാധിക്കും. ഇവിടെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ്, വളരെ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു സിൽവർ എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ലെതർ ഫിനിഷ് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റിച്ച് ടാൻ്റെ ഒരു ഫീല്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് ഹൈ ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെട്ടമില്ലാത്തൊരു പോർഷനിൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ ഓൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. 360 ഡിഗ്രിയുടെ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്ലസ്റ്റർ മീറ്ററിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ നമുക്ക് നല്ലൊരു സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ സാധിക്കും. ഇവിടെ മാത്രമല്ല, നമുക്കിത് വേറൊരു സ്വിച്ചും കൊണ്ടുണ്ട്. നമുക്ക് വഴിയെ പറഞ്ഞു പോകാം. നമ്മുടെ ബൂട്ട് തുറക്കാൻ വേണ്ടിയുള്ള സ്വിച്ച്, പെട്രോൾ ലിഡ് തുറക്കാൻ വേണ്ടിയുള്ള സ്വിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഹുഡ് തുറക്കാൻ വേണ്ടിയുള്ള സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ നീഡ് എയർ ബാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഞാൻ ഞെക്കുമ്പോൾ തന്നെ പ്രസ്സാകുന്നതിൻ്റെ പ്രധാന കാര്യം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലസ്റ്റർ മീറ്റർ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഓഫ് പൊസിഷനാണ്. ഹസാർഡ് ഞാനൊന്ന് ഓഫ് ചെയ്തേക്കാണ്. ഹസാർഡ് ഓഫ്ഡാണ്. ഇപ്പോൾ ഏതായാലും ഡോർ തുറന്ന് കിടക്കുന്നതിൻ്റെ മാത്രമാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഏതായാലും പവർ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പം സ്റ്റിയറിംഗ് വീലൊക്കെ മാറി സീറ്റൊക്കെ അതിൻ്റെ ഒരു പൊസിഷനിലോട്ട് വരുന്ന കാണാൻ സാധിക്കും. അതായത് ഞാൻ ഒന്നുകൂടി ഈ വാഹനം ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓഫ് ചെയ്തു. സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലോട്ട് പോയി പഴയ കണ്ടീഷൻ ആസ് ഇറ്റ് ഈസ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു രീതിക്ക് ഇപ്പോൾ ഈ വാഹനമായി. ഇനി ഞാൻ കയറി പവർ ഓൺ ചെയ്യുമ്പോൾ സീറ്റും സ്റ്റിയറിംഗ് വീലും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം.
ഞാനൊന്ന് പവർ ഓൺ ചെയ്യാണ്. കണ്ടോ സീറ്റൊക്കെ തന്നെ, അതായത് ഇതിൻ്റെ മെമ്മറി ഫംഗ്ഷനിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടിരുന്നത് അതുപോലെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 9 സ്റ്റേജ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇലക്ട്രിക്കലി സെറ്റ് ചെയ്യുന്ന സീറ്റാണ് വരുന്നത്. ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് എൻ്റെ ബാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ എൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് ശരിക്കും നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല്, അതായത് നമുക്ക് വേണ്ട ഒരു രീതിക്ക് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മേളിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ, താഴോട്ടാക്കണമെങ്കിൽ അങ്ങനെ, ഇനി ടിൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പൊസിഷൻ, അപ്പ് ആൻഡ് ഡൗൺ പൊസിഷൻ, ഏതായാലും എല്ലാം ഇലക്ട്രിക്കലായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയൊരു ഫീച്ചർ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലോട്ട് തന്നെ വരാം. സ്റ്റിയറിംഗ് വീല് വരുന്ന സമയത്ത് ഒരുപാട് കൺട്രോൾസ് ഉള്ളതുപോലെ തന്നെ നമുക്ക് തോന്നും. ഏതായാലും ഈ ഒരു മോഡൽ ഈ റൈറ്റ് സൈഡ് ഫുള്ള് വരുന്നത് നമ്മുടെ അഡാസിൻ്റെ ഫീച്ചർ, അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചർ അല്ലെങ്കിൽ ഫംഗ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ റഡാർ വരുന്നത് പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ക്യാമും കൂടെ വരുന്നുണ്ട്. ആ ക്യാമറ യൂസ് ചെയ്ത് തന്നെയാണ്, ഈ രണ്ടും കൂടെ യൂസ് ചെയ്താണ് അഡാസിൻ്റെ ഫംഗ്ഷനും ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ പോകാൻ സാധിക്കും. മോഡ്, നമ്മുടെ സ്റ്റീരിയോയുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. വോയിസ് കമാൻഡ് യൂസ് ചെയ്യാൻ സാധിക്കും. വോളിയം മ്യൂട്ട് ചെയ്യാൻ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അതായത് നമുക്കിവിടെ കാണാം വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ. പിന്നെ നമുക്ക് ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും. കോൾ അറ്റൻഡ് ചെയ്യാനും ബാക്ക് മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ വാഹനത്തിൻ്റെ ഇഗ്നീഷൻ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് കണ്ടീഷൻ അല്ല, നോട്ട് റെഡി ടു ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് ഒന്നും വർക്കായിട്ടില്ല. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയാണ്. വാഹനം സ്റ്റാർട്ട് കണ്ടീഷനാണ്, പക്ഷേ AC വർക്കിംഗ് ആണ്. എൻജിൻ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ വാഹനം റൺ ചെയ്യുന്നത്, അഥവാ AC വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്നാണ്. ആ ബാറ്ററിയുടെ പവർ എനിക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂവലുണ്ട്, അതായത് ബാറ്ററി പ്ലസ് നമ്മുടെ ഫ്യൂവലും കൂടെ കൂട്ടിയിട്ട് 300 കിലോമീറ്റർ, അതായത് 300 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. 1050 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ ടോട്ടൽ റൺ ചെയ്തിരിക്കുന്നത്. 15.9 കിലോമീറ്റർ പെർ ലിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഈ വാഹനം എടുക്കുമ്പോൾ 1030 കിലോമീറ്റർ ആയിരുന്നു. ഒരു 20 കിലോമീറ്ററോളം രാവിലെ ഓടിച്ചാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും നല്ലൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീൽ തന്നെയാണ്. സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് 2 പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പാർക്ക് ഹെഡ്ലൈറ്റ് ഓണ്, ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ വൈപ്പേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതും വിൻഷീൽഡ് വാഷറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോ വൈപ്പറിൽ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു സ്പീഡിൽ ഓട്ടോ വൈപ്പർ സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററും കൂടെ നോക്കാൻ 12.1 ഇഞ്ചിൻ്റെ ഫുൾ TFT സ്ക്രീൻ തന്നെയാണ് വരുന്നത്. എല്ലാം ഇൻഫർമേഷൻസും, അതായത് നമുക്ക് ഒട്ടുമിക്ക എല്ലാം ഇൻഫർമേഷൻസും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് റൈറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാവിഗേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അഡാസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ മേളിൽ കാണാൻ സാധിക്കും. വാഹനത്തിൻ്റെ ഡ്രൈവ് രീതിയും കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നും പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മാറി ഓരോ സ്റ്റേജിലോട്ട്, ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ട്രിപ്പ് ഓടിയിരിക്കുന്ന ആവറേജ് സ്പീഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലസ്റ്റർ മീറ്ററിൽ നമുക്ക് ഇതുപോലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ, ഒരുപാട് സെറ്റിങ്സ് ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്ന ഒരു 12.3 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു സ്ക്രീൻ തന്നെ കാണാൻ സാധിക്കും. ഏതായാലും ഇതിലിപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മുടെ വാഹനത്തിൻ്റെ എനർജി ഫ്ലോ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വോളിയമും കാര്യങ്ങളൊക്കെ ഫിസിക്കൽ സ്വിച്ച് ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അഡ്വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്ത് ഇച്ചിരി പാടുപെടും. പക്ഷേ ഇവിടെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഫിസിക്കൽ നോബ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലൈമറ്റ് കൺട്രോൾ, അതായത് ഇവിടെ ഒരു 2 സോണാണ് കൺട്രോൾ AC ആണ് വരുന്നത്. നമുക്ക് ശരിക്കും ഇതിലൊരു 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. ഒരു 3 സ്റ്റേജ് ക്ലൈമറ്റ് കൺട്രോൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ ശരിക്കും 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈവർ സൈഡിലേക്കുള്ള, ഒന്ന് കോ ഡ്രൈവർ സൈഡിലേക്ക്. അതായത് ഈ ഒരു സൈഡിലിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഏകദേശം 18 അല്ലെങ്കിൽ 20 ഇപ്പോൾ ഒരു 19 ഡിഗ്രി, ഈ സൈഡിൽ 19 ഡിഗ്രി നമുക്ക് കൊടുക്കാം. ഈ സൈഡിൽ ഒരു 24 ഡിഗ്രിയും കൊടുക്കാൻ സാധിക്കും. ഇനി അത് വേണ്ട, രണ്ടും ഒരുപോലെ വേണമെങ്കിൽ സിങ്ക്രണൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രസ് ചെയ്താൽ രണ്ടും ഒരുപോലെ ഇരിക്കും. AC ഓൺ സ്വിച്ച്, ഇൻറ്റേർണൽ സർക്കുലേഷൻ സ്വിച്ച്, സിങ്ക്രണൈസ് ഞാനിപ്പോൾ പറഞ്ഞാൽ ഇതെല്ലാം ടോഗിൾ സ്വിച്ചസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ പൊസിഷൻ ഏത് കൺട്രോൾ ചെയ്യണമെന്നുള്ള വളരെ വ്യക്തമായിട്ട് ആ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഫാൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. റൈറ്റ് സൈഡിലെ AC വെൻറ്റ് ഏത് രീതിക്ക് വേണമെന്നുള്ളത്, റൈറ്റ് സൈഡിലെ ടെമ്പറേച്ചർ ഏത് രീതിക്ക് സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ഡീഫോഗേഴ്സ് നമുക്കിവിടെ ഓൺ ആക്കാൻ പറ്റും, അത് ഓഫ് ചെയ്യാൻ പറ്റും. റിയർ ഡീഫോഗർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡീഫോഗർ ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഓൺ ചെയ്യാൻ സാധിക്കും.
അതുപോലെ തന്നെ AC ഫുള്ളായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒറ്റ പ്രസ്സിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ വേണമെങ്കിൽ ഇവിടെ ഒരു പ്രസ്സിൽ തന്നെ നമുക്ക് ഓട്ടോ മോഡ് സെറ്റ് ചെയ്യാം. നമ്മൾ ഇട്ടിരിക്കുന്ന ടെമ്പറേച്ചറിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ളൂ. പിന്നെ നമ്മുടെ സീറ്റ് വെൻറ്റിലേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഡ്രൈവറിന് തന്നെ രണ്ട് സൈഡും, അതായത് കോ പാസഞ്ചറിൻ്റെയും ഡ്രൈവർ സൈഡിൻ്റെയും ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. അതും നല്ലൊരു ഫീച്ചറാണ്. പലതും നമ്മുടെ സ്വിച്ച് ഈ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ സീറ്റിലൊക്കെയാണ് വരുന്നത്. ഏതായാലും ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു ഗുണം തന്നെയാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും AC-യുടെ വെൻറ്റ് കുറച്ചൊന്ന് ഇറങ്ങി താഴെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിക്ക് നമുക്കൊരു അപ്രോച്ചും കിട്ടുന്നുണ്ട്. ബാക്കിലോട്ടൊക്കെ വേണമെങ്കിൽ ഇത് കൊടുക്കാൻ സാധിക്കും. ബാക്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ തൊട്ട് താഴോട്ട് പോകുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു USB പോർട്ട്, അതായത് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെൻഡ്രൈവോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ നമുക്കിവിടെ സാധിക്കും. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഫോൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെൻസ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ അവൻ ചാർജ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡാറ്റ കേബിൾസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്കത് ഇവിടെ ഇപ്പോൾ കണ്ടോ, ഫോൺ ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെൻസ് ചെയ്തു ഇവിടെ ചാർജിങ് ഓൺ ആണെന്നുള്ളതും കൂടെ ഇവിടെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു സ്പേസ്, എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്നൊരു സ്പേസ് ഏരിയ ഉണ്ട്. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്യൂട്ട് ഒരു ഗിയർ ലിവറിൻ്റെ നോബ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അത് കഴിയുമ്പോഴത്തേക്ക് സ്പോർട്സ് മോഡ്, പ്ലസ് ആൻഡ് മൈനസ് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സിൽ വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഇത് വരുന്നത് നമുക്കറിയാവുന്ന പോലെ ഒരു 10 സ്റ്റേജാണ് ഈ ഒരു CVT-യുടെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ 10 സ്റ്റെപ്പ് CVT ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഗിയർ റേഷ്യോസ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുമ്പോൾ ഈക്കോ, നോർമൽ, സ്പോർട്ട് എന്ന് പറയുന്ന 3 മോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏത് മോഡിൽ ഡ്രൈവ് ചെയ്യണോ ആ മോഡിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഏതായാലും സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഈ വാഹനത്തിൻ്റെ ബാറ്ററി നിങ്ങൾ കണ്ടായിരുന്നു, ഫുള്ളായിരുന്നു. ഇപ്പം ബാറ്ററി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എഞ്ചിൻ പക്ഷേ സ്റ്റിൽ ഓഫാണ്. AC-യും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇതിലിപ്പം EV മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു ബാറ്ററി ഇപ്പോൾ ഒരു ഫുൾ ചാർജോളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ട് പോകണമെങ്കിൽ ആരും അറിയാതെ എഞ്ചിൻ പോലും ഓൺ ചെയ്യേണ്ട EV പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ആരും അറിയാതെ നമുക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാൻ സാധിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഹോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുക, ബ്രേക്ക് ഒരു സിറ്റീസിലോ വല്ലതൊക്കെ ഒന്ന് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത്, ഒരു ട്രാഫിക്ക് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വാഹനം ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ ഫ്രണ്ടിലോട്ട് കുതിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിലോട്ട് പോകും. ഈ ഒരു പൊസിഷൻ വരാതെ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലസ്റ്റർ മീറ്ററിൽ ഹോൾഡ് കാണിക്കുകയും ചെയ്യും. അതുപോലെ വാഹനം ഹോൾഡായിട്ട് അവിടെ നിൽക്കും. ആക്സിലറേറ്റർ എപ്പോൾ കൊടുക്കുന്ന അന്നേരം ഹോൾഡ് മാറും, പക്ഷേ ഹോൾഡ് അവിടെ കാണും, ഇല്ലെന്നല്ല. അത് നമ്മൾ എപ്പോൾ ഓഫ് ചെയ്യുന്ന അതുവരെ ആ ഹോൾഡ് ഓൺ ആയിരിക്കും. നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം അതുപോലെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നതായിരിക്കും. പാർക്ക് ബ്രേക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി കിട്ടുന്നൊരു വഴി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു നല്ല വലിയൊരു ഏരിയ ഇവിടെ കാണാൻ സാധിക്കും. ഒരു ഗ്ലോ ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആംറസ്റ്റ് താഴെ കിട്ടുന്ന ഒരു നല്ലൊരു സ്റ്റോറേജ് ഏരിയയാണ്. അവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പുറത്ത് ഒരിടത്തും കണ്ടില്ല, കാരണം ആ ഒരു വൃത്തിയുടെ പുറത്ത് വരേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. നോ പ്രോബ്ലം, അത്ര ഒരു സ്പേസ് വെറുതെ കളയുന്നുമില്ല. ഇത് കഴിഞ്ഞ് നമുക്കിത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു ആംറസ്റ്റായിട്ട്, അതായത് വാഹനം ഓടിക്കുമ്പോൾ സുഖമായിട്ട് കൈയൊക്കെ വെച്ചിരിക്കാൻ പറ്റുന്ന പോലെ ഈ ഒരു സൈഡിലും നല്ലൊരു ആംറസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു പോർഷനിൽ എനിക്ക് മെയിനായിട്ട് പിന്നെ പറയാനുള്ളൊരു കാര്യം, ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അത് എത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, വെയിലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വെയിൽ കുറയുമ്പോഴത്തേക്ക് ഞാൻ എടുക്കാം. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന പോലെ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്തുനിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതും കാണാൻ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു രീതിക്ക് നമുക്ക് ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്ന് തന്നെ എടുത്ത് പറയാം. അതുപോലെ തന്നെ നമ്മുടെ സൺ വൈസർ താത്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖം കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ LED ലൈറ്റും വരുന്നുണ്ട്. അതൊരു നല്ല പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഇവിടെ ഒരു മൈക്കിൻ്റെ പോർഷൻ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സൺ റൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ അടയ്ക്കാനും തുറക്കാനും ചെയ്തോണം. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങനെ ആകാശമൊക്കെ കണ്ടിരിക്കാം. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു റിയർ വ്യൂ മിറർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഡാസിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്യൂട്ട് ക്രിസ്റ്റൽ ലൈറ്റ് പോലെ തന്നെ നമുക്ക് 2 ലൈറ്റ്സ് കാണാൻ സാധിക്കും. ഇതെല്ലാം LED ആണ് വരുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഒറ്റ പ്രസ്സിന് 2 സൈഡും ആയിട്ട് കത്തുന്ന രീതി. പിന്നെ ഡോർ ഓപ്പൺ ആൻഡ് ക്ലോസ്, ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട്, അതായത് ഒരു എയർ കയറിപ്പോകുന്ന രീതി, അല്ലെങ്കിൽ ഒരു വാക്യൂം ഫീൽ കിട്ടാൻ വേണ്ടി, അകത്തുള്ള എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ പുറത്തോട്ട് പോകണമെങ്കിൽ ഇതൊന്ന് അപ്പ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ തിരിച്ചതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു SOS, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ SOS പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ കോളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം.
അങ്ങനെ നമ്മുടെ സൺ റൂഫ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. ഏതായാലും കുറച്ച് ചെറുതായി പോയി ഒരു നെഗറ്റീവ് സൈഡ് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊക്കെ തന്നെ ധാരാളം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും വൈഡ് ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവരെ ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തന്നെ അടച്ച് വെച്ചോണം. അങ്ങനെയാണെങ്കിൽ സെറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കോ പാസഞ്ചർ സൈഡിൽ നമുക്ക് നോക്കാം. ഇതുപോലൊരു നല്ലൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്, ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോ ഡ്രൈവർ സൈഡിലോട്ടൊന്ന് ഇരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു കോ ഡ്രൈവറായിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഫീലൊന്ന് വേറെ തന്നെയാണ്. ഏതായാലും അടിപൊളി ഫീലാണ്. ഈ ഒരു ഡോർ പാഡ് നമുക്ക് കാണുമ്പോഴത്തേക്കും ഇവിടെ താഴെയായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രാത്രിയൊക്കെ ഇറങ്ങുന്ന സമയത്താണല്ലോ ഫ്ലോറിൽ നമുക്ക് നല്ല രീതിക്ക് ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോറ് തുറക്കുമ്പോൾ ക്യാമറയിൽ നിന്ന് എഴുതി വന്നിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റഡ് ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതൊരു കീട് ഫീച്ചർ തന്നെ. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ആസിറ്റീസ് സെയിം തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഗ്ലോ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കാല് തട്ടുന്ന ഒരു പ്രശ്നമില്ല, എന്നാൽ അറ്റപ്പറ്റം നിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏതായാലും നല്ലൊരു ഗ്ലോ ബോക്സ് തന്നെയാണ്. വെൻറ്റിലേറ്റഡോ കാര്യങ്ങളോ ഒന്നുമല്ല. ചെറിയൊരു ഹൈഡ്രോളിക് സ്ട്രട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഴുന്നതിൽ ഒരു ചെറിയൊരു താമസം വരുന്നത്. അത് ഈ സൈഡിൽ തന്നെ ആയിരിക്കും സ്ട്രട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്ട്രട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലോ ഇട്ട് കഴിഞ്ഞാൽ തുറന്നു വരാൻ ചെറിയൊരു ഡിലേ വരുന്നത്. നല്ലൊരു കാര്യമാണ്. നേരെ കാലിലോട്ട് വന്ന് വീഴുമെന്ന് പേടിക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ചാർജിങ് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഓപ്പൺ ആൻഡ് ക്ലോസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഡിസൈൻ, അതായത് ഈ സ്റ്റീരിയോയിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഡിസൈൻ, പഴയ മോഡൽ നമുക്കറിയാം ഇങ്ങനെ ഒരു വൈ ഷേപ്പാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു നല്ലൊരു തീം, എനിക്ക് ഈ ഒരു കളർ തീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സീറ്റയിലൊക്കെ കാണുമ്പോഴാണെങ്കിലും നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു അടിപൊളി ലുക്കാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്കിനി നമ്മുടെ ബാക്ക് സീറ്റിലോട്ട് ഇരുന്നിട്ട് എങ്ങനെയുണ്ട് അവിടുത്തെ ഫീലും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഈ വാഹനത്തിൻ്റെ പ്രധാന ഭാഗത്തോട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാന ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും ഇത്രയും കാശ് മുടക്കി മേടിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ വാഹനം ഓടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡ്രൈവേഴ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ബോസ് ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോസിന് വേണ്ടത് എന്താ? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു സീറ്റ് ഇപ്പോൾ ഏറ്റവും ബാക്കിലോട്ടാണെന്ന് വെച്ചോ. ഈ സീറ്റ് ഇങ്ങനെ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെ, ഇവിടെ ഒരാൾ വന്നിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇനി പുള്ളിയോട് പറയണം, ചേട്ടാ ആ സീറ്റ് ഇച്ചിരി കയറ്റിയിട്ടെ. വേണ്ട, ബോസ് ഫീച്ചറാണ് ഈ കാണുന്നത്. അതായത് ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് തന്നെ ഫ്രണ്ടിലോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാര് നമുക്ക് ഫ്രണ്ടിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടതേ ഈ ഒരു ഫീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ഫീച്ചർ കൂടെ കാണിച്ചു തരാം. സംഗതി ഒരു ആംറസ്റ്റ് മാത്രമല്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു ആംറസ്റ്റാന്ന് തോന്നുമെങ്കിൽ പോലും 2 കപ്പ് വയ്ക്കാൻ സാധിക്കും. കപ്പ് വേണ്ട, ക്യാൻ എന്തെങ്കിലും വെച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പവർ ബട്ടൺ കാണാൻ സാധിക്കും. ഈ പവർ ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, 2 സീറ്റിൻ്റെ പടം, ഇവിടെയും 2 സീറ്റിൻ്റെ പടം, പവർ മോഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ പടവും കൊടുത്തിരിക്കുന്നത്, ഞാനിരിക്കുന്ന ഈ ഒരു സീറ്റ്, ഇപ്പുറത്തെ ഒരു പടം കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലെ സീറ്റ്. അപ്പം ഞാൻ ഈ ഒരു സീറ്റിൻ്റെ കാണിച്ചു തരാം. എനിക്ക് ഈ സീറ്റ് മാക്സിമം ചാരിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരികയാണ്. കണ്ടോ, ഈ സീറ്റ് ഫ്രണ്ടിലോട്ട് വരുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാനൊന്ന് ചാരി കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, നല്ല സുഖമായിട്ട് മാക്സിമം അങ്ങറ്റം വരെ ചാരി ഇടാൻ സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് പാട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, സൗണ്ട് കൂട്ടാം, കുറയ്ക്കാം, ട്രാക്ക് മാറ്റാം. ഞാൻ ട്രാക്ക് മാറ്റുന്നു, സൗണ്ട് കുറച്ചേക്കാം, ട്രാക്ക് മാറ്റാം. പിന്നെ ഷെയ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, ഈ ബാക്കിലത്തെ ബ്ലൈൻഡ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഷെയ്ഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിലത്തെ ബ്ലൈൻഡ് ഓപ്പണും ക്ലോസും ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വരുന്ന, അതായത് എനിക്ക് ഈ കൊടുത്തിരിക്കുന്ന AC-യുടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇതൊരു 3 സ്റ്റേജാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലൊന്ന്, ലെഫ്റ്റ് സൈഡിൽ വേറെ ഒന്ന്, ബാക്കിൽ വേറെ ഒന്ന്. അപ്പോൾ എനിക്ക് വേണ്ട ടെമ്പറേച്ചർ എത്രയാണോ അവിടെ വളരെ വ്യക്തമായിട്ട് എനിക്കത് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ആ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ 2 USB-Cയും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. അതായത് ചാർജിങ് സോക്കറ്റ്സും കിട്ടുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, തുറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കാണാൻ സാധിക്കും. ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്താൽ നേരെ നമ്മൾ ബൂട്ടിലോട്ടാണ് ആക്സസ് വരുന്നത്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടുന്ന്
ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു സാധനം ഞാൻ കാണിച്ചായിരുന്നു. അത് ഈ ഒരു പോക്കറ്റാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ വാഹനം നിർത്തി പുറകോട്ട് കൊണ്ട് വെക്കുന്നതിന് പകരം ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പ്രൊവിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്നുമല്ല, ഇനി മൂന്നാമതൊരാളുണ്ടെങ്കിൽ ഇതേതായാലും തുറക്കാൻ പറ്റത്തില്ല. 3 പേർക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അതിൽ ഡ്രൈവർ സൈഡിലും ഡ്രൈവർ സൈഡ് നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്ക് മാത്രം സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരത്തുള്ളൂ. സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് സീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് വരത്തില്ല, പക്ഷേ ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. അതും നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഗ്രാബ് റെയിൽ കാണാൻ സാധിക്കും. 2 നല്ല കിടുക്കൻ ലൈറ്റ് കാണാൻ സാധിക്കും. അതെനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആ ഒരു ക്രിസ്റ്റൽ ഫീല് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഏതായാലും. പിന്നെ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ റൂഫ് ഫുള്ള് ബ്ലാക്കാണ്, ഫ്രണ്ട് ടു ബാക്ക് വരെ നല്ല കിടുക്കൻ ബ്ലാക്ക് കളറാണ്. അതൊരു നല്ല ഫീലാണ്. ഏതായാലും ഈ ടാൻ കളർ, അതായത് റിച്ച് ടാൻ, നല്ല അടിപൊളി കളറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തന്നെ ഒരു സംഗതിയും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒരു എയർ വെൻറ്റ് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലെ കൈ വെച്ച് കഴിഞ്ഞാൽ കാറ്റ് വലിക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മുടെ ബാറ്ററി പാക്ക് ഇരിക്കുന്ന ഈ ഒരു പോർഷനിലാണ്. ബാറ്ററി കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ എയർ എടുക്കുന്നത്. ഇവിടെ ഒരു എയർ ഫിൽറ്ററും വരുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സർവീസിന് ചെല്ലുന്ന സമയത്ത് അവർ പീരിയോഡിക്കായിട്ട് അത് റീപ്ലേസും ചെയ്യുന്നതാണ്. ശരിക്കും ഈ ഒരു ബാറ്ററിയുടെ കൂളിംഗ് ഫീച്ചറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ റൂം ഒന്ന് കണ്ടാലോ. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് കണ്ടീഷനിലാണ്. ഈ എൻജിൻ ഇപ്പോൾ പവർ ചെയ്ത് ബാറ്ററിയെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജ് ആയി കഴിയുമ്പോഴത്തേക്കും, വൺസ് അതൊരു ഫുൾ ചാർജ് ആയി കഴിയുമ്പോഴത്തേക്കും എൻജിൻ ഓഫ് ആകുന്നതായിരിക്കും. ഏതായാലും സ്ട്രട്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ബോണറ്റ് പിടിക്കേണ്ട, ഒന്നും എടുത്ത് വെക്കേണ്ട കാര്യവും വരുന്നില്ല. വളരെ സിമ്പിൾ. അതേണ്ടേ ഇപ്പം ഈ വാഹനത്തിൻ്റെ എൻജിൻ ഓഫ് ആയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻ, കണ്ടൻസറിൻ്റെ ഫാൻ കറങ്ങുന്ന ഒച്ച കേൾക്കാൻ സാധിക്കും. കംപ്രസർ കറങ്ങുന്ന സൗണ്ട്, അതായത് നമ്മുടെ AC കംപ്രസർ കറങ്ങുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ പൈപ്പ് പിടിച്ചാൽ നല്ല ഐസ് പോലെയാണ് ഇരിക്കുന്നത്, കാരണം AC പൈപ്പാണ് ഈ വരുന്നത്. അതുപോലെ എൻജിൻ സ്റ്റോപ്പാണ്. ഇതൊരു 2.5 ലിറ്റർ എൻജിനാണ് വരുന്നത്. 2.5 ലിറ്റർ 4 സിലിണ്ടർ എൻജിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത്രയും സ്ഥലം കൂടുതൽ എടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു ബാറ്ററി പോലും അവർ കൊടുക്കാത്തത്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സാധാരണ വാഹനത്തിനൊക്കെ ഇവിടെ നമുക്ക് ബാറ്ററി കാണാൻ സാധിക്കുന്നത്, പക്ഷേ ഈ വാഹനത്തിൽ ഇവിടെ ബാറ്ററി ഇല്ലാത്തതിൻ്റെ കാര്യം ഇതിൻ്റെ ബാറ്ററി ഏറ്റവും പുറയിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും പോർഷൻ നമുക്ക് കാണുമ്പോൾ ഇതാണ് നമ്മുടെ കൺവേർട്ടർ യൂണിറ്റ് വരുന്നത്. അതായത് ഇൻവേർട്ടർ കൺവേർട്ടർ, അതായത് DC കൺവേർട്ടറൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്താണ് ഇവിടുത്തെ ഇലക്ട്രിക്കൽ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇതൊരു ECVT ആണ് ഞാൻ പറഞ്ഞായിരുന്നു. ECVT എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ CVT ആണ് വരുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക്കലായിട്ട്, അതായത് നമ്മുടെ ഗിയർ ബോക്സിനകത്ത് തന്നെ 2 മോട്ടോഴ്സ് വരുന്നുണ്ട്. MG1 MG2 എന്ന് പറഞ്ഞ 2 മോട്ടോഴ്സ് വരുന്നുണ്ട്. ഒരു മോട്ടോർ വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. നമ്മുടെ നോർമൽ സ്റ്റാർട്ടേഴ്സ് അല്ല ഇതിനകത്ത് വരുന്നത്. ഈ ഒരു മോട്ടർ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് മോട്ടറാണ് തിരിഞ്ഞ് കറങ്ങുന്നത്. അതായത് റിവേഴ്സ് ഗിയറിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഗിയറോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് വരുന്നില്ല. ഏതായാലും ടെക്നോളജി വൈസ് സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ കൊണ്ടുവന്ന് തീർക്കാം, കാരണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. വാഹനത്തിൽ 2 കൂളിംഗ് സിസ്റ്റവും നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ എൻജിൻ കൂളിങ്ങിന് വേണ്ടിയിട്ടും ഒന്ന് നമ്മുടെ DC കൺവേർട്ടേഴ്സിൻ്റെ, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ കൺവേർട്ടേഴ്സിൻ്റെ ഒക്കെ കൂളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ 2 കൂളൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ എൻജിൻ റൂം വാഷിംഗ് ഈ ഒരു വാഹനത്തിന് ചെയ്യാൻ പാടില്ല. വളരെ വ്യക്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത വാഹനത്തിൻ്റെ ഇവിടെ ഇതുപോലെ കൊടുത്തിരിക്കും. ടൊയോട്ട ഡസ് നോട്ട് റെക്കമെൻഡ് ദ യൂസേജ് ഓഫ് വാട്ടർ ടു ക്ലീൻ ദ എൻജിൻ. ഇത് മലയാളത്തിൽ ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടി, ഇനിയിപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത് മനസ്സിലാവാൻ വേണ്ടി അതും കൊടുത്തിട്ടുണ്ട്. ഇനി ലിഥിയം അയണിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. സീറ്റിൻ്റെ പോർഷൻ, ബാക്കിലത്തെ സീറ്റിൻ്റെ പോർഷനാണ് വരുന്നത്. നമ്മുടെ മെയിൻ ബാറ്ററി വരുന്നത് എവിടെയാണെന്നും കൊടുത്തിട്ടുണ്ട്. റെക്കമെൻഡഡ് എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC-യുടെ ആണ് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ക്ലോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇട്ടാൽ മതി. യെസ്, ക്ലോസ്ഡ്. അങ്ങനെ ഒരു കീ ഫോബും കൂടെ നമുക്ക് കാണാം. ഏതായാലും ക്യാമറയിൽ നിന്നുള്ള നല്ലൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഒത്തിരി പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്ലാസ്റ്റിക്, അതായത് ഒരു ഫൈബർ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ടൊയോട്ട ലോഗോ കാണാൻ സാധിക്കും. ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പൺ നമുക്ക് കാണാൻ സാധിക്കും. ബൂട്ട് ഓപ്പൺ ഒന്ന് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്ത് പിടിച്ചു. യെസ്, നമ്മുടെ ബൂട്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്കിനി അവനെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിത് ലോക്ക് ചെയ്യുന്നില്ല. താക്കോൽ എൻ്റെ പോക്കറ്റ് വെച്ചു. ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം, റിക്വസ്റ്റ് സ്വിച്ച് നമുക്ക് നോക്കാം. ലോക്ക്ഡ്. ഇപ്പോൾ ഈ വാഹനം ലോക്കായിരിക്കുകയാണ്. അതുപോലെ തന്നെ കീ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ബാക്കിലത്തെ ഡോറിൽ അത് എഫക്റ്റീവ് അല്ല. കീ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഇതിനകത്തോട്ട് വെച്ചാൽ അന്നേരം ഇത് അൺലോക്ക് ആവാൻ ശ്രദ്ധിച്ചോണം. ദാറ്റ്സ് ഓൾ. സംഗതി കിടുവാണ്.
വേറെ പല വാഹനങ്ങളും നമ്മളിത് കണ്ടിട്ടുണ്ട് ഈ ഒരു ഫീച്ചർ. ഇതിന് കണ്ടു ഞാൻ ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കിലത്തെ 2 സൈഡിലും നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പൊക്കി വെച്ചാൽ മതി. അതുകൊണ്ട് നല്ല രീതിക്ക് ഇതിപ്പോൾ ഒരു കൂളിംഗ്, ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്ലാസ് ടിൻറ്റഡ് ഗ്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഈ വെയിൽ കയറുന്നത് കുറവ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ബ്ലൈൻഡ്സ് ഒന്ന് മേളിലോട്ട് കയറ്റി വെച്ചാൽ മതി. നമുക്ക് അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ ഇവിടുത്തെ വ്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യൂസ് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഈ വാഹനത്തിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് കറങ്ങി വരാൻ അല്പസമയം എടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ റിവേഴ്സ് ഇടാം, അതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ R മോഡ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ, അതായത് നമ്മുടെ ബാക്കിലത്തെ ബമ്പർ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ, ഞാൻ ഈ ഡോറും കൂടെ ഒന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോർഷൻ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഏത് പോയിൻ്റ് നമുക്ക് വേണം അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ, വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വൈഡായിട്ട്, അതായത് ഇത്രയും വൈഡായിട്ട് കിട്ടണമെങ്കിൽ വൈഡ് വേണമെങ്കിൽ അത് നമുക്ക് മാറ്റാൻ സാധിക്കും. ലൈൻ വേണമെങ്കിൽ ലൈൻ സെറ്റ് ചെയ്യാം. യെസ്, ഓരോ പോർഷൻസും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ലൈൻ ഏത് വേണമെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊന്ന് റിവേഴ്സ് എടുക്കാം. കണ്ടോ, നമ്മുടെ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ വാഹനം എങ്ങനെ പോകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇത് കണ്ടോ, ഏത് രീതിക്ക് പോകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. യെസ്, ഞാനൊന്ന് സ്ട്രെയിറ്റ് ആക്കുകയാണ്. യെസ്, നമ്മൾ നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഫുള്ള് മാറി എന്നുള്ളതാണ് ആ ബ്ലാക്ക് പോർഷൻ കാണിക്കുന്നത്. അപ്പം ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇപ്പം ഏറെക്കുറെ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ നമ്മളിപ്പം വന്നിട്ട് ഒരു ഒറ്റ ചവിട്ടാണ് ചവിട്ടിയത്. ഏതായാലും നല്ല രീതിക്കുള്ള ബ്രേക്കിംഗ് ആണല്ലോ, നമുക്കൊരു ട്രാക്ഷൻ ഫീലാണ്, ഒരു രക്ഷയില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു വാഹനത്തിൽ. ഈ വാഹനം ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്, എഞ്ചിൻ ഓഫ് ചെയ്തിട്ടില്ല. പക്ഷേ എഞ്ചിൻ ഓഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫാണ്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ഓണാണ്. അതായത് ഇപ്പോൾ ഒരു പി മോഡിലാണ്, നമുക്ക് പറയാൻ സാധിക്കുന്ന പോലെ ഒരു പി മോഡിലാണ്. ബാറ്ററി ഏകദേശം ഒരു കട്ട മാത്രം കുറവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഓണാണ്, EVയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഈ വാഹനം ഇപ്പോൾ ഓണാണോ ഓഫാണോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ എഞ്ചിൻ ഓഫ് ആയതുകൊണ്ട് നമുക്ക് വളരെ സൈലൻ്റ് ആണ്. ഇത്രയും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആകെപ്പാടെ നമുക്കിത് അറിയാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഇവിടെ റെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. റെഡി ആണെങ്കിൽ ഇത് ഓണാണ്, EVയിലാണെന്നുണ്ടെങ്കിൽ EV മോഡിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്നും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഒരു ഏകദേശം ഓൺ റോഡ് പ്രൈസ് പലർക്കും സംശയം കാണും എത്ര രൂപ വരുമെന്നുള്ളത്. ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ ഏകദേശം ഒരു 61 രൂപയോളം നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പം ഏകദേശം അതിൻ്റെ ഡീറ്റെയിൽസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടൊയോട്ടയുടെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്കൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ടും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് കൂടെ നോക്കാം. ഞാൻ ഏതായാലും രാവിലെ ഇത് ഡ്രൈവ് ചെയ്ത് വന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഓടിച്ച് നോക്കി, ഒറ്റ രക്ഷയില്ല. ഇനി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഏതായാലും നമ്മളിപ്പം EV മോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് EV മോഡ് ഞാൻ ഇട്ടില്ല, എന്നാൽ ഇത് EV മോഡാണ്. പാർക്കിലാണ് ഇപ്പം ഈ വാഹനം ഉള്ളത്. കണ്ടോ, പാർക്ക് ബ്രേക്കിങ്ങിലാണ്. ജസ്റ്റ് ഈ ബട്ടൺ നേരെ താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ബ്രേക്ക് മാറുന്നതായിരിക്കും. ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ, എന്നാലേ അത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും ഈ വാഹനം ഇപ്പം ഡ്രൈവ് മോഡിലോട്ട് കൊണ്ടുവരികയാണ്. യെസ്, അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അങ്ങ് പോവുക. ഓക്കെ, ഡ്രൈവിൻ്റെ ഒരു കംഫോർട്ടും കാര്യങ്ങളൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം വെഹിക്കിളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ. കാരണം ഒരു പ്രീമിയം വെഹിക്കിൾ തന്നെയാണ്. സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ പോലും, ഡ്രൈവിംഗ് കംഫോർട്ടാണല്ലോ, സീറ്റിംഗ് പൊസിഷൻ ആണല്ലോ. ഏതായാലും ഈ ഡ്രൈവിൻ്റെ ഒരു കേസ് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 0 to 80 എങ്കിലും ഒന്ന് പിടിച്ച് നോക്കാം. ഞാനിപ്പോൾ ഏതായാലും വാഹനം ഒന്ന് സൈഡിൽ ഒതുക്കി ഒരു 0-ലായി. ഇപ്പം വാഹനത്തിൻ്റെ എനർജി കൺസപ്ഷൻ വരുന്നത് നമുക്ക് ഇതിൽ തന്നെ ഒന്ന് എടുക്കാം. എനർജി ഫ്ലോ നമുക്കിപ്പോൾ നോക്കാം. ഇപ്പം ബാറ്ററിയുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തു, ഫുൾ ആക്സലറേഷൻ കൊടുക്കുകയാണ്. വാഹനം ഇപ്പോൾ പോകുന്ന സ്പീഡ് 60, 71, 80, 88, 90. യെസ്, 106 കഴിഞ്ഞു. ഒറ്റ രക്ഷയില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടിൻ്റെയും പവർ ഫ്ലോയും കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അതായത് എഞ്ചിൻ്റെയും ബാറ്ററിയുടെയും ഒരു പവർ ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഈ വാഹനം കിട്ടിയ സമയത്ത് ഏകദേശം 15.9 ആയിരുന്നു ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി.
എൻ്റെ നല്ല ഓടിയത് കാരണം 13.8 ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി. അതായത് നമ്മൾ മര്യാദയ്ക്ക് ഈ വാഹനം ഓടിക്കുകയെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന പോലെ ഏകദേശം ഒരു 25 വരെ പറയുന്നുണ്ട്. അത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും ഒരു 21 വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഓടിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു 2.5 ലിറ്റർ എഞ്ചിനിൽ നിന്ന് അത്രയും പവർ അല്ലെങ്കിൽ അത്രയും മൈലേജ് ഔട്ട്പുട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ ആയതുകൊണ്ട് ഈ വാഹനം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മുടെ എൻജിൻ ഓഫ് ആകുന്നതായിരിക്കും. നമ്മൾ പോലും അറിയാതെ ഈ വാഹനത്തിൻ്റെ എൻജിൻ ഓഫായി ഇത് മോട്ടറിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു MG2 ആണ് അതിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കറങ്ങാൻ വേണ്ടി സഹായിക്കുന്ന ബാറ്ററി ത്രൂ വരുന്നത്. ഇത് നമ്മൾ എപ്പോഴാണോ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്നത് അഥവാ ആക്സിലറേറ്റ് ചെയ്യുന്നത് അന്നേരം ടയേഴ്സിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടയർ കറങ്ങി തിരിച്ച് ഈ മോട്ടറിനെ കറക്കി ബാറ്ററിയെ ചാർജ് ചെയ്യിക്കാനും ഇത് യൂസ്ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം എനർജി സേവ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എനർജി നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെന്ന് എല്ലാം വളരെ കൃത്യമായിട്ട് ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിൽ അറിയാൻ സാധിക്കും. 9 എയർ ബാഗ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഒരു പില്ലർ എയർ ബാഗ് വരുന്നുണ്ട്, ഡ്രൈവർ സൈഡിലൊരു എയർ ബാഗ് വരുന്നുണ്ട്, കോ ഡ്രൈവർ സൈഡിലൊരു എയർ ബാഗ് വരുന്നുണ്ട്. ഈ ഒരു പില്ലർ സൈഡ് ഫുള്ളാണ് പോകുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ എയർ ബാഗ് വരുന്നുണ്ട്, ഫ്രണ്ട് റൈറ്റ് സൈഡിലെ സീറ്റിൽ എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ വരുന്ന 2 സീറ്റുകളിലും നമുക്കിവിടെ എയർ ബാഗ് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തം വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ടോട്ടൽ ഒരു 8 എയർ ബാഗ് വരുന്നുണ്ട്. 9ാമത്തെ എയർ ബാഗ് വരുന്നത് നമ്മുടെ നീ സൈഡിലാണ്. ഈ വാഹനത്തിൻ്റെ ടയറിൽ നിന്ന് ഞാൻ ആക്സിലറേറ്റർ കൊടുക്കാത്തതുകൊണ്ട് ബാറ്ററി ചാർജ് ആവുന്ന ആ ഒരു ഫ്ലോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്സിലറേറ്റർ എപ്പോൾ കൊടുക്കുന്നു അന്നേരം നേരെ തിരിച്ച് ഇപ്പം ബാറ്ററിയിൽ നിന്നും ടയറിലോട്ട് ആ ഒരു ഫ്ലോ വരുന്ന കാണാം. ഇടയ്ക്ക് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ടായിട്ട് ഓഫ് ആകുന്നുണ്ട്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള സസ്പെൻഷനാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അത്യാവശ്യം മോശം വഴി കൂടെ ഒക്കെ പോയി നോക്കി. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 146 mm ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ടൈപ്പ് ഒരു വാഹനം, ഒരു സെഡാൻ വാഹനത്തിനൊക്കെ ആ ഒരു റേഞ്ച് വലിയ കുറവാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ നല്ല രീതിക്കൊക്കെ സ്പീഡ് എടുത്താൽ പോലും ഒരു ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഞാനിപ്പം അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഞാനിപ്പം ചെയ്തിരിക്കുകയാണ്. $57 കിലോമീറ്റർ സ്പീഡാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ വാഹനം തന്നെയാണ് ഓടിക്കുന്നത്, കാണാൻ സാധിക്കും. സ്റ്റിയർ ചെയ്യുന്നത് ഇപ്പം ഫ്രണ്ടിലുള്ള വാഹനത്തിൻ്റെ അനുസരിച്ച് ഓക്കെ. ഞാനിപ്പോൾ ഒരു 57 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിലാണ് ഇപ്പോൾ ഈ വാഹനം ഓടുന്നത്. ഫ്രണ്ടിൽ വാഹനത്തിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച്, പക്ഷേ സ്റ്റിയറിംഗ് വിടേണ്ട ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ അത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോണം. സ്റ്റിയറിംഗ് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റിയർ ചെയ്ത് കൊടുത്തോണം. എനിക്ക് ഏതായാലും എല്ലാം ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ സ്ക്രീനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആക്സിലറേറ്റർ കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡിലാണ് ഇതിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ ഏതായാലും ഒന്ന് സ്പീഡ് എടുക്കട്ടെ. ഇവിടെ ഇപ്പം നടക്കത്തില്ല. ഇപ്പം നോക്കിക്കോണം, സ്റ്റിയറിംഗ് ഒക്കെ തന്നെ സ്റ്റിയർ ചെയ്യുകയാണ്. ലൈൻ അനുസരിച്ചാണ് അത് ഓടുന്നത്. കണ്ടോ, അത് തിരിക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് അവനും കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. റോഡിൻ്റെ വരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, തിരിയുന്നുണ്ട്. യെസ്. ഞാൻ സ്പീഡ് കൊടുക്കുന്നില്ല. 61 സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ ഒരു സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. മാക്സിമം സൈഡിലോട്ട് ചേർത്ത് പോകാൻ നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലെ സുഖമായിട്ടൊക്കെ ഇരുന്നൊക്കെ പോകാം, പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചോണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് ആക്സിലറേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്യുന്നില്ല, എല്ലാം ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. ഒരു പാലം കയറാൻ വേണ്ടി പോകുന്നുണ്ട്. പാലം കയറുകയാണ്. ഫ്രണ്ടിലത്തെ വാഹനത്തിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ റോഡ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ കൈയൊക്കെ വിട്ട് ഓടിക്കാം. ഇവിടെ ആരും ഈ ഒരു കാര്യം ചെയ്യരുത്. ഇപ്പം എൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ആണെന്ന് ഉറപ്പുള്ളത് കൊണ്ട്. കാരണം ഇപ്പം കണ്ടില്ലേ, ഈ ഒരു സൈഡിലെ വെള്ള വര നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഒരു വര കണ്ട് ഇവൻ ഈ സൈഡിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ സൈഡിലോട്ട് പോയാൽ തിട്ട ചാടി വേണമെങ്കിൽ അപ്പുറത്തോട്ട് കിടക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോണം. അതിപ്പം വാഹനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ലൈൻ അനുസരിച്ച് അതിന് പോകാൻ സാധിക്കത്തുള്ളൂ. ലൈൻ
അസിസ്റ്റ് വെച്ചത് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരുവിധം വരെയൊക്കെ ഉണ്ട്, പോയേക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡ് വെച്ച്, അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ രീതിയിൽ ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡ് സെൻസ് ചെയ്ത് ഇതൊന്ന് സ്പീഡ് കുറച്ച് പോവുകയാണ്. LTA അൺഎബിൾ സൂൺ ടേക്ക് കൺട്രോൾ ഓഫ് സ്റ്റിയറിംഗ് വീൽ, അതായത് എന്നോട് സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോൾ എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലത്തെ വാഹനം ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ബ്രേക്ക് ചെയ്ത് പോകും. ഞാൻ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കൊരു അതെ ഇവൻ തന്നെ ബ്രേക്ക് ചെയ്യുക കേട്ടോ. മൈ ഗോഡ്, ഇതേ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടേ ഇല്ല, സ്വന്തമായിട്ട് ബ്രേക്ക് ചെയ്തതാണ്. ഇതേ ഫ്രണ്ടിലത്തെ വാഹനം എടുക്കുന്നു, തിരിച്ചു കൊടുത്തേക്കല്ല, അപ്പുറത്തെ കണ്ടെത്തി പോയാൽ. യെസ്, ഞാനിത് ആക്സിലറേറ്ററേ കൊടുക്കുന്നില്ല, എൻ്റെ ഈ കാല് ദേ ഇവിടെ ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ്. EV മോഡിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സെൽഫായിട്ടാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്, വളരെ കാര്യമായിട്ട് തന്നെ സെൽഫ് ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത്. ആക്സിലറേറ്റർ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കണ്ടോ, ഫ്രീ. ഒന്ന് സ്റ്റിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇവൻ ഈ ലൈൻ മാത്രം ഒന്ന് ചെറുതായിട്ട് തെറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഇവൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റാക്കുന്നുണ്ട്. കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്പീഡ് നമുക്കിപ്പോൾ അറിയാം ഏകദേശം നമ്മുടെ ഫ്രണ്ടിൽ എന്ത് ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളൂ. ഈ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യും ഫ്രണ്ടിലത്തെ വാഹനത്തിനെ വെച്ച്. ഒരാൾ ഓവർടേക്ക് ചെയ്ത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കയറി വന്നാൽ ഇവൻ സഡനായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു വിഷയമാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വാഹനമൊക്കെ ഓടിക്കുന്ന സമയത്ത് നല്ല വഴിയിൽ മാത്രം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത സമയത്ത് ഇത് ഓഫ് ചെയ്തിട്ട് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഞാൻ റെക്കമെൻഡ് ചെയ്യും.